UDF जिंदाबाद ധർണ സിന്ദാബാദ് പഞ്ചായത്തിലെ വോട്ട് ചോരി പ്രവാസികളുടെ വോട്ടുകൾ നിഷ്കരുണം തള്ളിക്കളഞ്ഞ പഞ്ചായത്ത് സെക്രട്ടറി നീതി പാലിക്കുക. സത്യസന്ധമായ ഒരു തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കുകയാണെങ്കിൽ ബുദ്ധിയുള്ള വിവേകമുള്ള ഒരു മനുഷ്യൻ മാർക്സിസ്റ്റ് പാർട്ടിയാനും ശരി ഏത് പാർട്ടിയാനും CPM ചെയ്യാൻ പോകുന്നില്ല. CPM തന്നെ അവർക്ക് ചെയ്യാൻ പോകുന്നില്ല. കാരണം എങ്ങനെയെങ്കിലും വടകര നമ്മൾ ജയിക്കോ? ഞാൻ ആ ബൂത്തുകളെ CPM മാത്രമുള്ള ബൂത്തുകളിൽ UDF ഭൂരിപക്ഷം ആരാ വോട്ട് ചെയ്തത്? അല്ല, നമ്മൾ വെച്ച വോട്ടാണ്. രാജ്യത്തിലെ ജനങ്ങൾ CPM എഴുതി തള്ളിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എങ്ങനെ രക്ഷപ്പെടാം? അങ്ങനെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് വാർഡ് വിഭജനം എന്ന പ്രക്രിയയെ വളരെ വൃത്തികെട്ട രൂപത്തിൽ ഇങ്ങനെ മോഡിയും അമിത്ഷയും ചെയ്യുന്നതിനേക്കാൾ ഏറെ വിദഗ്ധമായി കേരളത്തിലെ വാർഡ് വിഭജനങ്ങൾ നടന്നു. വാർഡ് വിഭജനത്തെ സംബന്ധിച്ച് ഒരുപാട് പരാതികൾ കൊടുത്തു. ബഹുമാനപ്പെട്ട കോടതി തന്നെ പല പരാമർശങ്ങൾ നടത്തി. ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ ഷാജഹാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഇവിടെ കേരളത്തിൽ. അയാളും ഇതിനനുസരിച്ച് നീങ്ങുന്ന ഒരു ഇലക്ഷൻ കമ്മീഷൻ. അതൊക്കെ നടന്ന ശേഷം ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് വോട്ടിങ്ങിൽ അട്ടിമറിയാണ്. വലിയപള്ളിയിൽ വോട്ടർമാരെ പ്രവാസികളെ വോട്ട് ചേർന്നില്ല. ഇവിടെ പ്രവാസികളെ മാർക്സിസ്റ്റുകാരെ ഞങ്ങളെ രാജ്യത്തെ നിലനിർത്തുന്നത്. രാജ്യത്തിന് വേണ്ടി പുറത്തു പോയി അധ്വാനിക്കുന്ന ആളുകൾക്ക് അവരുടെ സമ്മതിദാന അവകാശം നിഷേധിക്കുക എന്ന് പറഞ്ഞ രാജ്യദ്രോഹമാണ്. അത് രാജ്യദ്രോഹമാണ്. അവരെ വോട്ടുകൾ ചേർക്കാൻ തയ്യാറാകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പുറമുള്ള വോട്ട് ഇപ്പുറമിടുക, ഇപ്പുറമുള്ള വോട്ട് അപ്പുറമിടുക, ഇങ്ങനെ ജയിക്കാൻ പരിശ്രമിക്കുക. ജയിക്കുമോ? നിങ്ങൾ എങ്ങനെ വിഭജിച്ചു കഴിഞ്ഞാലും, നിങ്ങൾ എങ്ങനെ വോട്ടർ പട്ടികയിൽ അട്ടിമറി നടത്തി കഴിഞ്ഞാലും, നിങ്ങൾ വിഭജിക്കുന്ന അതിരുകൾ ഭേദിച്ചുകൊണ്ട് കേരളത്തിലെ പ്രബുദ്ധമായ ജനങ്ങളുടെ വികാരം ഉയർന്നു വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും അല്ലെങ്കിൽ ഈ കാലത്തിൽ പലയില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറിയോട് പറയാനുള്ളത്, എന്തിനാണ് നിങ്ങൾ ഈ ദാസ്യപേരെടുക്കുന്നത്? ഒരു കാര്യം വ്യക്തമാണ്. ഞാൻ അധികം ഉദ്യോഗസ്ഥന്മാരെ പറ്റൊന്നും അങ്ങനെ വേണ്ടാണ്ട് പറയരുത്. നിങ്ങൾക്ക് നിങ്ങളെ ചുമതലകൾ നിർവഹിക്കും ഭരണഘടനാനുസൃതമായി. എല്ലാത്ത ചെയ്യുന്ന പണി ഗുണ്ടായിസമാണ്. ഗുണ്ടായിസം വെച്ച് അടിയുണ്ടാക്കൽ മാത്രമല്ല, ഭരണപരമായ ഗുണ്ടായിസമാണ് നിങ്ങൾ നടത്തുന്നത്. ഭരണപരമായ ഗുണ്ടായിസം നടത്തി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും. അത് താങ്ങാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് മാത്രമേ അത് സംബന്ധമായിട്ട് പറയൂ. നിങ്ങൾ നിഷ്പക്ഷമായിട്ട് പറയുന്നു. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, വില്യാപ്പള്ളി പഞ്ചായത്തിലെ വോട്ടർ പട്ടികകൾ കൃത്യമായും ക്രമവിധേയമായും സംശുദ്ധമായും ഒരുക്കിയെടുക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. ആ ബാധ്യതയിൽ നിറവേറ്റ് പോവുകയാണെങ്കിൽ ഈ സമരം ഇന്നുകൊണ്ട് അവസാനിക്കുന്നില്ല. നിങ്ങൾ അവസാനം വരുന്നത് വരെ ഞങ്ങൾ സമരം തുടക്കം മാത്രം. അതുകൊണ്ട് രാജ്യത്തിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങി രാജ്യത്തിൽ ജോലി ചെയ്യാൻ ബാധ്യസ്ഥരായിട്ടുള്ള നിങ്ങൾ CPM ചട്ടുകമായി പ്രവർത്തിക്കുന്നത് നല്ലതല്ല എന്ന് മാത്രമേ പറയാൻ. തെരഞ്ഞെടുപ്പുകൾ വന്നേ കാണാം.